പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 5-ാം മാസത്തിൻ്റെ 19ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, 30-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടു നീ അഴിച്ചു, എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ദുഃഖം ലോക സഹജമാണ്. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. അതീവ ദുഃഖം വരുമ്പോൾ ഓരോരുത്തരും പല നിലകളിലാണ് അതിനോട് പ്രതികരിക്കുന്നത്. ചിലർ പൊട്ടിക്കരഞ്ഞ് കണ്ണുനീർ തൂഹിക്കൊണ്ട് നടക്കുമ്പോൾ മറ്റു ചിലർ സങ്കടം സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്യുന്നു. അതുകൊണ്ടൊന്നും ആരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ല. യഹൂദന്മാർ തീവ്രമായ ദുഃഖത്തിൻ്റെ അടയാളമായി അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം സ്വയം വലിച്ചു കീറി ചാക്കുശീല അല്ലെങ്കിൽ രട്ട് ഉടുത്തുകൊണ്ട് ചാരം വാരി തലയിൽ ഇട്ടുകൊണ്ട് ചാരത്തിൽ കിടന്ന് ഉരുളുകയും ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. രാജാക്കന്മാർ മുതൽ സാമാന്യ ജനങ്ങൾ വരെയുള്ളവർ ഇങ്ങനെ ചെയ്യുമായിരുന്നു. നമുക്കറിയാം, നിനവേൽ പട്ടണത്തിൽ സാധാരണക്കാർ മുതൽ രാജാവ് വരെ രാജ്യത്തെ ഭരിക്കുന്ന രാജാക്കന്മാർ വരെയും സ്തോത്രം ഹാലേലിയ അവർ രട്ടെടുത്തു, വെണ്ണീർവാരി തലയിലിട്ടു. അവർ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞു. അവർ തിന്നുകയും കുടിക്കുകയും ചെയ്യാതെ ദൈവസന്നിധിയിൽ അവിടെ പാപങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് അവർ ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ 3 ദിനമായിരുന്നുവെന്ന് നമുക്ക് കാണുവാനിടയാകും. വ്യക്തിപരമായ വിഷയങ്ങൾ കൂടാതെ വിവിധ വിഷയങ്ങൾക്കായി യഹൂദജനം ഉപവസിക്കുകയും ഉപവസിക്കുമ്പോഴും അവർ അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. വിഷയത്തിൻ്റെ ഗൗരവം അനുസരിച്ച് അവർ തനിച്ചോ സമൂഹമായോ ഒരു രാജ്യം ഒട്ടാകെയോ അങ്ങനെ ഉപവസിച്ച ചരിത്രമുണ്ട്. അവർ ഇങ്ങനെ ഹൃദയപൂർവ്വം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ വിടുവിക്കുകയും തുടർന്ന് അവരുടെ ദുഃഖം നീങ്ങി സന്തോഷിക്കുവാനുള്ള ദൈവം നൽകുകയും ചെയ്യുമായിരുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖത്തിനുള്ള പലവിധ കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ പെട്ടെന്നുണ്ടായ സാമ്പത്തിക നഷ്ടങ്ങൾ, കടഭാരങ്ങൾ, മക്കളുടെ അനുസരണക്കേട് നിമിത്തമുള്ള ജീവിതങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസങ്ങൾ പരാജയപ്പെടുന്ന ജീവിത പരാജയങ്ങൾ, കുടുംബജീവിതങ്ങളുടെ പരാജയങ്ങൾ, ഭാര്യയുടെ അനുസരണക്കേടുകൾ, ഭർത്താവിൻ്റെ അനുസരണക്കേടുകൾ, മക്കളുടെ അനുസരണക്കേടുകൾ, അങ്ങനെ കുടുംബജീവിതത്തിൽ സ്തോത്രം ഹാലേലിയ പലവിധമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ പലതരത്തിൽ മനുഷ്യന് ദുഃഖങ്ങൾ ഉണ്ടാകാം. എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖത്തിനുള്ള പലവിധമായ കാരണങ്ങൾ അത് ഉണ്ടായേ മതിയാകത്തുള്ളൂ. ഉണ്ടാകും. ദുഃഖിക്കാത്ത ഒരു മനുഷ്യൻ പോലും, ദുഃഖം അനുഭവിക്കാത്ത ഒരു വ്യക്തി പോലും ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. സമ്പന്നനും ദുഃഖമുണ്ടാകും, ദരിദ്രനും ദുഃഖമുണ്ടാകും. ഹല്ലേലൂയ. എന്നാൽ ഒരു ദൈവ പൈതൽ നേരിടുന്ന ദുഃഖത്തിൽ ദൈവം മൗനമായിരിക്കുകയില്ല. അവരുടെ നിലവിളി കേട്ട് അവരുടെ രോഗത്തിൽ നിന്നും കടഭാരത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ഒരു ഭക്തൻ എന്നും രട്ടെടുത്തുകൊണ്ടിരിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. അതിനാൽ നമ്മുടെ ദുരിതം പൂർണ്ണമായും മാറി പ്രശ്നങ്ങളൊന്നുമില്ലാതെ എപ്പോഴും ആനന്ദവും നൃത്തവുമായിരിക്കുമെന്ന് അതിനർത്ഥമില്ല. നാം നമ്മുടെ പ്രത്യാശ നാട്ടിൽ എത്തുമ്പോഴാണ് നമ്മുടെ ദുഃഖം പൂർണ്ണമായും മാറുന്നത്. കട്ടതയില്ലാത്ത, പട്ടിണിയില്ലാത്ത, കണ്ണുനീരില്ലാത്ത ആ നാട്ടിൽ നാം എത്തിച്ചേരുന്നത് വരെയും ഈ ഭൂമിയിൽ നാം ദുഃഖം അനുഭവിച്ചേ മതിയാകൂ. ഹല്ലേലൂയ. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകുമെന്ന്
ആമേൻ യെശയ്യാ പ്രവാചകനിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്യുന്നു. ദൈവം തൻ്റെ ഭക്തന്മാരുടെ വിലാപത്തെ നൃത്തമാക്കുകയും അവരുടെ രട്ടഴിച്ച് അവരെ സന്തോഷമുടിപ്പിക്കുകയും ചെയ്ത അനവധി സംഭവങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊർദെഖായിയെയും മറ്റ് യഹൂദ ജനത്തെയും ഒന്നടങ്കം കൊല്ലുവാനുള്ള തന്ത്രങ്ങളുമായി ഹാമാൻ ഇറങ്ങിത്തിരിച്ചു. കായിക ബലം കൊണ്ടോ അധികാരം കൊണ്ടോ ഈ പ്രതിസന്ധിയിൽ മറികടക്കുവാൻ അവൻ ശേഷിയില്ലാത്ത ജനം രട്ടെടുത്ത് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. നിലവിളിക്ക് അവൻ ഉയർന്നപ്പോൾ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങി. കാര്യങ്ങൾ ക്ഷണത്തിൽ മാറിമറിഞ്ഞു. മൊർദെഖായിയെ കഴുകുമരത്തിൽ കയറ്റുവാനുള്ള കൽപ്പനയ്ക്ക് വേണ്ടി അവൻ ആ അധികാരത്തിൻ്റെ അവൻ ശബ്ദത്തിന് വേണ്ടി ഒരു യെസ് അവൻ എന്നുള്ള ഒരു വാക്കിന് വേണ്ടി രാജാവിൻ്റെ അവൻ വാതിക്കൽ കാത്തിരുന്നു. എന്നാൽ അവൻ രാജാവിൻ്റെ വാതിക്കൽ എത്തിയ അവൻ ഹാമാൻ മൊർദെഖായിയെ കുതിരപ്പുറത്ത് കയറ്റി എഴുന്നള്ളിച്ച് കൊണ്ട് നടക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങി മാറിമറിഞ്ഞു. രാജാവിൻ്റെ കൽപ്പന പ്രകാരം കാര്യങ്ങൾ ചെയ്യുകയല്ലാതെ ഹാമാന് മറ്റു നിവൃത്തി ഒന്നും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. തുടർന്ന് ഹാമാനും അവൻ്റെ വംശം മുഴുവനും കൊല്ലപ്പെടുകയും യഹൂദന്മാർക്ക് ആനന്ദം ഉണ്ടാവുകയും ചെയ്തു. ദൈവം രട്ടഴിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആമേൻ സന്തോഷമുടിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. തനിക്ക് മക്കൾ ജനിക്കാത്തത് നിമിത്തം ഹന്നയുടെ പ്രതിയോഗിയായ പെനീന അവളെ നിരന്തരം നിന്ദിച്ചു കൊണ്ടിരുന്നു. മറ്റു പലരും ചെയ്യുന്നത് പോലെ അവൾ ദൈവത്തെ കുറ്റം പറയുകയോ നിരാശയോടെ ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യാതെ യഹോവയുടെ ആലയത്തിൽ പോയി കരഞ്ഞു. അവൻ അപേക്ഷിച്ചു. അവൻ ഹന്നയുടെ സ്തോത്രം വേദന വളരെ അത് കഠിനമായിരുന്നു. അവൾ മനോവ്യസനത്തോടുകൂടെ ദൈവത്തോട് കരയുവാനിടയായി. എന്നാൽ അവളുടെ കരച്ചിലും പ്രാർത്ഥനയും നിലവിളിയും കണ്ട ഏലി പുരോഹിതൻ പോലും അവളെ പരിഹസിക്കുവാനിടയായി. എന്നാൽ ദൈവം അവളുടെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു. ആമേൻ. കടഭാരം നിമിത്തം വളരെ മനോദുഃഖം അനുഭവിച്ചവളാണ് എലീശ പ്രവാചകന്റെ ശിഷ്യന്റെ ഭാര്യയായ വിധവ. മക്കൾ സ്തോത്രം ഹല്ലേലൂയ. ആ മക്കളെ വന്ന് കടക്കാർ കൊണ്ട് അവരെ അടിമയാക്കി പിടിച്ചു കൊണ്ടുപോകുവാൻ വന്നത് നിമിത്തം ഹല്ലേലൂയ തന്നെ രക്ഷിക്കേണ്ടതിനായി ഈ വിധവ പ്രവാചകനായ എലീശയുടെ അടുക്കൽ അഭയം പ്രാപിക്കുകയാണ്. എന്നാൽ ദൈവം അവളുടെ ദുഃഖം മാറ്റുക മാത്രമായിരുന്നില്ല ചെയ്തത്, വരുംകാലം എല്ലാം ജീവിക്കുവാനുള്ള വകയും കൂടെ കൊടുത്തുകൊണ്ട് അവളുടെ ദുഃഖത്തെ, അവളുടെ കണ്ണുനീരിനെ ആനന്ദമാക്കി മാറ്റുവാനിടയായി. ഇന്ന് അനേകർ ഇല്ലാത്ത ദുഃഖമുണ്ടെന്ന് അഭിനയിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്തി നടിക്കുന്നവരെ സ്തോത്രം നമുക്ക് ഒത്തിരി പേരെ കാണുവാൻ കഴിയും. എന്നാൽ ദൈവം കഠിനമായി ശിക്ഷിക്കുമെന്ന് ഈ കൂട്ടർ അറിയുന്നില്ല. ഹാലിൽ ഓർക്കുന്നതുമില്ല. കടഭാരമാണ്, അല്ലെങ്കിൽ വീടില്ല, സ്തോത്രം വാഹനമില്ല, വീട്ടിൽ വാടക കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പലവിധമായ ഇല്ലാത്ത ദുഃഖങ്ങളെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ ദുഃഖം അഭിനയിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സാമ്പത്തികങ്ങളെ തട്ടിയെടുക്കുന്ന ഒരു കൂട്ടർ ആത്മീയ ഗോളത്തിൽ ഇല്ലാതില്ല കേട്ടോ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ, ഇവർക്ക് നല്ല ശിക്ഷയുണ്ടെന്നുള്ളത് ഇവർ മറന്നു പോകുന്നു, ഇവർ ഓർക്കുന്നതുമില്ല. ജനകഷ്ടതയിലാകുന്നതിന് മുമ്പ് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ പലവട്ടം ദൈവം ആലോചന കൊടുത്തു ഇസ്രായേൽ ജനത്തിന്. എന്നാൽ അത് ശ്രദ്ധിക്കുവാൻ കൂട്ടാക്കാതെയും അവർ ലോകപ്രകാരമുള്ള സന്തോഷത്തിലേക്ക് തിരിഞ്ഞതിൻ്റെ ഫലം എത്ര വലുതെന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ പല ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാനിടയാം. ജീവിതാനുഭവത്തിൽ കൂടെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം രട്ടും പണ്ണീറും മാറ്റി സന്തോഷം ഉടിപ്പിച്ചു കൊള്ളുമെന്ന് പറഞ്ഞ് ജീവിതത്തിൽ ക്രമീകരണമില്ലാതെ ജീവിച്ചാൽ കരച്ചിൽ കുഞ്ഞെ നിലവിളിയിലേക്കും രട്ട് കറുപ്പെടുക്കുന്നതിലേക്കും ചെന്ന് അവസാനിക്കുമെന്ന് ഇന്ന് പ്രഭാതം വചനത്തിൽ കൂടെ മുന്നറിയിപ്പ് പറയുകയാണ്. സ്തോത്രം ഹല്ലേലൂയ.
അനേകർ ആമേൻ സ്തോത്രം ക്രിസ്ത്യാനിയാണ്, സ്നാനപ്പെട്ടതാണ്, ഞാൻ ആമേൻ ദൈവത്തെ ആരാധിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആമേൻ ഹാലേലൂയ ദൈവസന്നിധിയിൽ വന്നിട്ട് വിടുതൽ പ്രാപിച്ച് മടങ്ങുന്നവരും ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ സ്തോത്രം കടന്നു വന്ന് നന്മകൾ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ച അനേകർ ഇന്നും രഹസ്യ പാപങ്ങളിൽ ആമേൻ സ്തോത്രം വ്യഭിചാരങ്ങളിലും ആമേൻ ഈ ലോകമോഹങ്ങളിലും എത്രയോ പേർ ആമേൻ ഹാലേലൂയ ഭാര്യയെ കബളിപ്പിക്കുന്നവർ, ഭർത്താവിനെ കബളിപ്പിക്കുന്നവർ, ആമേൻ സ്തോത്രം സഭയെ കബളിപ്പിക്കുന്ന ആമേൻ ദൈവദാസന്മാരെ, വിശ്വാസികളെ ആമേൻ സ്തോത്രം എന്തിനേറെ ഇങ്ങനെ കബളിപ്പിച്ച് നടക്കുന്നവർ ഈ കൂട്ടർ തിരിച്ചറിയുന്നില്ല. ദൈവിക ശിക്ഷ ഉണ്ടെന്നുള്ള കാര്യം ഇവർ ഓർക്കുന്നത് പോലുമില്ല. ആകയാൽ ഇന്ന് പ്രഭാതം പ്രിയ ദൈവവേദലേ ആമേൻ ഹാലേലൂയ സ്തോത്രം ജീവിച്ച് ആമേൻ ദൈവസന്നിധി നാം മാന്യമായി ജീവിച്ച് നന്മകളെ പ്രാപിപ്പാൻ ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവിക ആമേൻ സ്തോത്രം മുന്നറിയിപ്പ് നാം മറന്നു പോകരുത്. ആകയാൽ ദൈവവചനത്തിനനുസരിച്ച് മടങ്ങി വന്ന് പ്രാർത്ഥിക്കുവാൻ ഈ നാളുകളിൽ തയ്യാറാകുമെങ്കിൽ ദൈവം നമുക്ക് ആമേൻ സ്തോത്രം ഹാലില് ദുഃഖം മാറ്റി സന്തോഷവും ആനന്ദവും ദൈവം നൽകുവാൻ ഇടയാകും. അതിന് സംശയം വേണ്ട. നമ്മുടെ കണ്ണുകളെ ദിവസം ഇടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം ഞങ്ങളുടെ ദുഃഖങ്ങൾ, ഞങ്ങളുടെ വിലാപങ്ങൾ കർത്താവേ സ്തോത്രം, ഞങ്ങളുടെ ഞെരുക്കങ്ങൾ, ഞങ്ങളുടെ ഭാരങ്ങൾ, ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ നിന്ദകൾ, ഞങ്ങളുടെ പരിഹാസങ്ങൾ എല്ലാം കർത്താവെ നീക്കി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കർത്താവ് ഈ 5-ാം മാസം അപ്പാ ഞങ്ങൾക്കൊരു സന്തോഷം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.